രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ KPCC എത്തിച്ചേർന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊരു ഭിന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഒറ്റ മനസ്സോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടതാണ്. ഷാനിമോൾ ഉസ്മാൻ വന്നിരുന്നു, ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും, ഒരു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന VD സതീശൻ പറഞ്ഞു. ഉമാ തോമസ് MLA ഇന്നലെ പ്രതികരിച്ചോ. KC വേണുഗോപാലിൻ്റെ ഭാര്യ സഹധർമ്മിണി ആശ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചോ സ്ത്രീകളെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സ്ത്രീകൾക്ക് പറയാൻ ഭയമാണ് എന്ന തരത്തിൽ. അപ്പോൾ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഒന്നടങ്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുമ്പോഴും ഒരു രാജി വേണ്ട, ഉപതെരഞ്ഞെടുപ്പിലേക്ക് രാജി കൊണ്ടുചെന്ന് എത്തിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വലിയ തിരിച്ചടിയാകുമെന്ന കണക്ക് കൂട്ടൽ കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസ് നേതാക്കളെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ KPCCക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതവിടെ നിന്നാൽ അക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടാൽ പൊതുജനത്തിന് അത് ബോധ്യമാകുമോ ഷീജ? കേവലം പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമോ കോൺഗ്രസിന്? ജനങ്ങളുടെ വായടപ്പിക്കാൻ കഴിയുമോ കോൺഗ്രസിന്? തീർച്ചയായും വിനിഷ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആദ്യഘട്ടത്തിൽ മുഖം രക്ഷിക്കുക എന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകി, രാജിവെച്ചു. പക്ഷേ അതിനു പിന്നാലെ കാര്യങ്ങൾ തനിക്കെതിരെ തിരിയുന്നു എന്നുള്ള കാര്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചറിഞ്ഞൊരു കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ആണ് ഉറപ്പിച്ചത്. അന്ന് തന്നെ കാര്യങ്ങൾ രാജിയിലേക്കാണ്, MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഒക്കെ നടന്നിരുന്നു. ആ ചർച്ച സജീവമായി നിൽക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതായിരിക്കും. അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള തിരിച്ചടി പാർട്ടി നേരിടും എന്നുള്ളത് കൃത്യമായ രീതിയിൽ കോൺഗ്രസിന് ധാരണയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്താതെ പകരം അതിന് ബദലായി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, സസ്പെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നടക്കം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി അതിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം, ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നത്. അതിൽ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് പക്ഷേ ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം മുതിർന്ന വനിതാ നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്നുള്ളൊരു നിലപാടാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, അത് വലിയ തോതിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതും ഭയക്കുന്നുണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. അതിനൊപ്പം തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ നിലപാട്. ഷാഫി പറമ്പിലിനെ പിണക്കാതെ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു MLA സ്ഥാനം രാജിവെക്കുന്നതിനപ്പുറത്തേക്ക് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള ഭിന്നത ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും പിന്തുണയ്ക്കുന്നവർ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വിഷയം ആ രീതിയിൽ അത്രത്തോളം ഗൗരവകരമായ വിഷയമാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഏത് തരത്തിൽ ജനങ്ങളോട് മറുപടി പറയും, ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ, അത്തരത്തിലുള്ളൊരു വിഷയം തന്നെയാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നിലവിൽ KPCC അധ്യക്ഷനെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം. പക്ഷേ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വമുള്ളത്. കാരണം അടുത്ത മാസം നിയമസഭാ സമ്മേളനമടക്കം ആരംഭിക്കാനിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഇത് വലിയൊരു ആയുധമാക്കും എന്നുള്ളത് പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിന് അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നതിന് മുൻപ് തന്നെ സേഫായി ഒരു പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ അതേത് രീതിയിൽ ഉള്ളൊരു തീരുമാനമാകും ഉണ്ടാകുക. ആദ്യം MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു നീങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും മാറി ചിന്തിക്കുന്നു. പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു നടപടി, സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് സജീവമായി ആലോചിക്കുന്നത്. പക്ഷെ അതേത് രീതിയിൽ മുതിർന്ന നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വിനിഷ.